വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന് കേന്ദ്ര സർക്കാർ വലിയ വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹോട്ടൽ ഉടമകൾക്കും വ്യവസായികൾക്കും ഇതിന്റെ ലാഭം ഇപ്പോൾ തന്നെ ലഭിച്ചു തുടങ്ങും. എന്നാൽ കേരളത്തിലെ സാധാരണക്കാരന് ഇതിന്റെ ഗുണം ലഭിക്കുമോ? അതോ ഇവിടുത്തെ ഹോട്ടലുകളിൽ ഒരു കപ്പ് ചായക്കും ഭക്ഷണത്തിനും പഴയ വില തന്നെ നൽകേണ്ടി വരുമോ? അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയ്ക്ക് അനുസരിച്ചിട്ടാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില നിർണ്ണയിക്കപ്പെടുന്നത്. അതിനാൽ ആഗോള വിപണിയിലെ വിലക്കുറവിന്റെ പൂർണ്ണ ആനുകൂല്യം കേന്ദ്ര സർക്കാർ ഇപ്പോൾ വാണിജ്യ ഉപഭോക്താക്കൾക്ക് കൈമാറിയിരിക്കുകയാണ്. വലിയ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും മാസം തോറും വലിയൊരു തുക ഇതിലൂടെ ലാഭിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ട് വീട്ടിലെ ഗ്യാസിന് വില കുറയുന്നില്ല? ഇതിനുത്തരം ഗാർഹിക സിലിണ്ടറുകളുടെ സാമ്പത്തിക ശാസ്ത്രത്തിലുണ്ട്. വാണിജ്യ സിലിണ്ടറുകളെ പോലെ ഗാർഹിക സിലിണ്ടറുകളുടെ വില പൂർണ്ണമായും വിപണിക്ക് വിട്ടുകൊടുത്തിട്ടില്ല. അന്താരാഷ്ട്ര വിപണിയിൽ ഗ്യാസ് വില കുതിച്ചുയർന്നപ്പോൾ ആ ഭാരം സാധാരണക്കാരുടെ തലയിൽ വെച്ച് കെട്ടാതെ എണ്ണ കമ്പനികളും കേന്ദ്ര സർക്കാരും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സഹിച്ചാണ് വില സ്ഥിരമായി നിർത്തിയത്. അന്നത്തെ ആ ഭീമമായിട്ടുള്ള നഷ്ടം നികത്താനാണ് ഇപ്പോൾ ഗാർഹിക സിലിണ്ടറുകളുടെ വില പെട്ടെന്ന് കുറയ്ക്കാത്തത്. സമ്പന്നർക്കും ദരിദ്രർക്കും ഒരുപോലെ വില കുറയ്ക്കുന്നതിന് പകരം അർഹരായവർക്ക് മാത്രം ആനുകൂല്യം നൽകുക എന്നതാണ് കേന്ദ്ര നയം. ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. ഗ്രാമീണ മേഖലയിലെയും പിന്നോക്ക വിഭാഗങ്ങളിലെയും സ്ത്രീകൾക്ക് ഒരു സിലിണ്ടറിന് 300 രൂപ വീതമാണ് കേന്ദ്രം സബ്സിഡിയായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നത്. ഒരു സാമ്പത്തിക വർഷം 9 സിലിണ്ടറുകൾക്ക് വരെ ഈ 300 രൂപയുടെ വമ്പൻ ഇളവ് ലഭിക്കുന്നുണ്ട്. അതായത് പാവപ്പെട്ടവന്റെ അടുക്കളയിൽ കേന്ദ്രം നേരത്തെ തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ അർഹരായവർക്ക് ഉജ്ജ്വല യോജനയിലൂടെ സബ്സിഡിയും വാണിജ്യ മേഖലയ്ക്ക് ആഗോള വിപണിയിലെ വിലക്കുറവും നൽകി കേന്ദ്ര സർക്കാർ തങ്ങളുടെ ഉത്തരവാദിത്വം 100% നിറവേറ്റി കഴിഞ്ഞു. ഇനി പന്ത് കേരളത്തിന്റെ കോർട്ടിലാണ്. ഈ വിലക്കുറവിന്റെ ലാഭം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാരും ഹോട്ടൽ ഉടമകളും തയ്യാറാകുമോ? അതോ ഈ ലാഭം മുഴുവൻ പോക്കറ്റിലാക്കി എക്കാലത്തെയും പോലെ കേന്ദ്രത്തെ കുറ്റം പറയൽ എന്ന സ്ഥിരം പരിപാടി തന്നെ തുടർന്ന് പാടുമോ? കാത്തിരുന്ന് കാണാം. മിസ്റ്റർ സിസ്റ്റം മലയാളം.